ഒരു പരിക്കേൽക്കാണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിരുന്നു. രണ്ടുപേരും അറിഞ്ഞിട്ട് പോലും ഇല്ലാന്ന് ഇവിടെ വന്ന് മാറി സ്ഥലം മാറിയത്. പഴയ കാലത്തെ ഷവർമ്മയാണ് സരിത എനിക്ക് ഉണ്ടാക്കിയിരുന്നത് കേട്ടാ. ഞാനാണ് ഈ ലോകത്തിൽ ആദ്യമായിട്ട് പറയുന്നത്. 72 കിലോയിലേക്ക് എത്തി. ഇപ്പൊ വീണ്ടും തൂക്കം കൂടി. നിങ്ങൾക്ക് തൂക്കം പറയുന്ന ആഗ്രഹം ഇവിടെ പണ്ടിക്കല്ലേ വെറുതെ എന്താണോ വെറുതെ ഇരിക്കല്ലേ അതെ ഇല കീറിന് കാണുമ്പോ എന്താ സന്തോഷം അമ്മമാര്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സരിത ഇങ്ങനെ അടത് ഉണ്ടാക്കുമ്പോൾ എൻ്റെ കളക്കിലൊന്ന് കുറവാണ് നടന്നിട്ടുള്ളൂ. പ്രതീഷിൻ്റെ തീറ്റ കഴിഞ്ഞു, എൻ്റെ തീറ്റ കഴിഞ്ഞു, നിതിൻ്റെ തീറ്റ കഴിഞ്ഞു, എല്ലാവരും തീറ്റ കഴിഞ്ഞു. സരിതയുടെ തീറ്റ മാത്രം കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ 4-ാം ദിവസം എത്തിയിട്ടവിടെ നമ്മുടെ കൃഷി സ്ഥലത്ത്. അപ്പോൾ ഇപ്പോൾ ഒരു ടാസ്ക്കാണ് ചെയ്യാൻ പോണത്. സാധാരണ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞില്ല മറ്റേ നമ്മുടെ ചുണ്ടങ്ങനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അവന് ഒരു പരിക്കേൽക്കാണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിരുന്നു. കാരണം അത് വിളവായി തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ സൂക്ഷിച്ച് പറിച്ച് കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ചുണ്ടങ്ങിയുണ്ട്. അപ്പോൾ 2-നെയും പറിച്ച് കുഴിച്ചിട്ട് മുമ്പ് ഇവിടെ കുഴി കുത്തി സെറ്റാക്കണം. ചുണ്ടങ്ങിക്ക് അറിയാലോ, ഒരു തുണ്ട് വളം എന്ന് പറഞ്ഞ സാധനം വേണ്ട, വളം വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ ഭയങ്കര ഗുണമുള്ള സാധനമാണ് ചുണ്ടങ്ങ. അപ്പോൾ ഒരു കുഴി കുത്തി. അപ്പോൾ നമുക്ക് ചുണ്ടങ്ങനെ പറിക്കാൻ പോകാം. അപ്പോൾ കൊത്തി വേണം, കൈക്കോട്ട് വേണം. നിങ്ങൾക്കറിയാം, നമുക്ക് ചില പുതിയ വീടുകളൊക്കെ പണിതിട്ട് വെറുതെ പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലമായിരിക്കും. വീടിൻ്റെ മുൻവശമൊക്കെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ വീട് താമസിക്കുന്നതിൻ്റെ തലേദിവസം കാണുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ചുറ്റും വലിയ ചെടികൾ, തെങ്ങുകൾ, എന്താ പറയുക, ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ടാവും. കാരണം വലിപ്പത്തിലുള്ളത് അങ്ങനെ നനക്കാണ്ട് പറിച്ച് കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ടീമുണ്ട്. അപ്പോൾ അതുപോലത്തെ രീതി ഇതെന്നിട്ടാണ് നടക്കേണ്ടത്. കൂട് മോളിൽ നിന്ന് വീണില്ല. മോളിൽ നിന്ന് വീണതാ. കിളികളുടെ വിരിഞ്ഞ് കഴിഞ്ഞൊന്നുണ്ട് അല്ലേ, കണ്ടാ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. അതുപോലുള്ള ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ ചുണ്ടങ്ങിക്ക് മറ്റുള്ളതിൻ്റെ പോലെ ഭയങ്കര പ്രതിരോധ ശേഷിയാണ്. ആളെ ഒരു തവണ അങ്ങോട്ട് മാറ്റി കുഴിച്ചെടുത്താ. ഇപ്പോൾ വീണ്ടും ആളെ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും കൊണ്ടുപോകണം. അങ്ങനെ 3-ാമത്തെ വട്ടാ അപ്പോൾ ആളെ പറിക്കാൻ പോവുക. സമയം 4 മണി കഴിഞ്ഞു കേട്ടാ, ഉച്ചരിഞ്ഞ്. ഒരു പാട്ടില്ലേ പണ്ട്, പാട്ടല്ല, ഒരു ചുണ്ടങ്ങേരെ കാതും കുത്തി. എനിക്ക് ആ പാട്ട് ഓർമ്മയില്ല. ഒരു ചുണ്ടങ്ങയാണ് ഇത് കേട്ടോ, ഇത്. പക്ഷേ ഇവൻ പച്ചമുളകിൻ്റെ ഒപ്പാണ് നിൽക്കുന്നത്. അതായത് അവനെ പറിച്ചു കഴിഞ്ഞാൽ പച്ചമുളകിന്, ചൂഞ്ഞമുളകിന് കുഴപ്പം വരും. പിന്നെയുള്ള ചുണ്ടങ്ങ ഇവർ 2 പേരാണ് കേട്ടോ, കണ്ട. ഇത് 2 പേരാണ്. ഇനി ഇവരവിടെ നിർത്തില്ല, അവിടെ മതിയല്ല. അപ്പോൾ ഇതിനെങ്ങാണ്ട് പറിക്കണം. എന്തോരം താഴ്ചയുണ്ടെന്ന് എനിക്കറിയില്ലേ. പിന്നെ അവർ പറിക്കണ പോലെ അത്രയ്ക്കേണ്ട ഗംഭീരമായിട്ട് നമുക്ക് പറിച്ചെടുക്കാനും പറ്റുമെന്ന് തോന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള സംവിധാനങ്ങളില്ല. പറിച്ച് കൊണ്ടു കുഴിച്ചിട്ട് നന്നായി നനച്ചു കൊടുക്കുക. അത്ര ഇപ്പോൾ കടകളകി കഴിഞ്ഞാൽ പോയി. ഇപ്പോൾ കുഴപ്പമുണ്ടായാലും തോന്നുന്നു കേട്ടോ ആൾ. കാരണം ഭയങ്കരമായിട്ട് സഹകരിക്കുന്ന കൂട്ടത്തിലായി ചുണ്ടങ്ങക്കാർ. ഇളക്കം പറ്റിയാലൊന്നും അവർ എന്നിട്ട് തന്നെ മാന്തിയേ. ഇതിൻ്റെ മുള്ള് പുറം പൊട്ടിയും തോണ്ട്. ഭയങ്കര മുള്ളുണ്ട് ഇതിൽ. നല്ല വരണ്ട പ്രദേശങ്ങളിലാണ്. അടിപൊളിയിട്ടുണ്ടോ. തമിഴ്നാട്ടിൽ ഇഷ്ടം പോയിട്ടുണ്ട്. അയ്യോ, കുമാരി ചേച്ചിയില്ലേ തെങ്കാശിയുള്ളത്, ആൾ പറയും ചുണ്ടങ്ങ ഉഗ്രസാനാണ്. ഇളകറ കട എനങ്ങരുത്. പതുക്കെ മണ്ണ് ആകുമ്പോൾ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മണ്ണ് വിടാണ്ട് മതി. അങ്ങനെ ഫസ്റ്റത്തെ രക്ഷപ്പെട്ടുണ്ട്. നിനക്കൊരു പുതുജീവിതം ഞാൻ തരാൻ പോവാണ്. ഇതിൻ്റെ കായില്ലേ ഉഗ്രസാധനമുണ്ട്. നമ്മൾ പലപ്പോഴും കൂട്ടാൻ വെച്ചിട്ടുണ്ട്. വിചാരിച്ച പോലെ പാളിപ്പോയില്ല പരിപാടി. അപ്പോൾ തന്നെ നമ്മൾ ചുണ്ടങ്ങനെ ഇത് വയ്ക്കുകയാണ്. നല്ല താഴ്ചയിൽ കുഴി കുത്തിയിട്ട് കേട്ടാ വയ്ക്കുകയാണ്. ഒരു അനക്കം സംഭവിച്ചില്ല കേട്ടാ. മണ്ണിടാ നന്നായി നനച്ചു കൊടുത്താൽ മതി. ഭയങ്കര സന്തോഷം. ചുണ്ടങ്ങ പോലും അറിഞ്ഞില്ലേ സ്ഥലം മാറിയത്. അടിപൊളി പരിപാടി. നീ മറ്റേ കൊണ്ടുവരാം. അവളിക്കും വേറെ കുഴി കുത്തണം. ഇത്തിരി വെള്ളം ഒഴിച്ച് നോക്കട്ടെ. സരിതാ വരാറായോ ഞാൻ? ഒരാളെ കുഴിച്ചിട്ടു. ഒരാളെ കുഴിച്ചിട്ടു? ഒരെണ്ണത്തെ കുഴിച്ചിട്ടു. മറ്റേ ചുണ്ടങ്ങനെ അത് ആര് കുഴിച്ചിട്ടെന്ന് വിചാരിച്ചാ? ഒരാളെ കുഴിച്ചിട്ടു എന്ന് പറയുമ്പോ നമ്മള് കേൾക്കണവരും തൊട്ട് വിചാരിക്കുക ഞാനായതുകൊണ്ട് ഓക്കെ, വേറെ വല്ലവരും കേട്ടിരുന്നെങ്കിലോ? ഭയങ്കരായി.
ചുണ്ടങ്ങനെ അവിടെ നിന്ന് പറിച്ചിട്ട് ഇവിടെ കൊണ്ടു കുഴിച്ചിട്ട് വന്ന് ഒരാളെ ഒരു അനക്കം പറ്റാണ്ട് നീ ഒരെണ്ണത്തിന് കൊണ്ടുവരാണ്ട് കൊണ്ടുവരാ നീ അവിടെ പൊക്കോ ചരിതൊരു സാധനം ഉണ്ടാക്കണ്ടിരിക്കും എനിക്കല്ലട്ടാ എല്ലാവർക്കും കൂടിയിട്ട് അടുത്തന്നെ ഇവൻ്റെ മുള്ളാണ് എൻ്റെ പുറത്ത് തറച്ചത് കാരണം ഇവനും പറിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ മറ്റേ കൂട്ടുകാരനാണ് കൂട്ടുകാരിയാണോ ഉണർന്നിരിക്കുമ്പോൾ കാണില്ലല്ലോ അപ്പോൾ ഇത്ര വലുത് പറിച്ചിട്ട് പിടിച്ചു കിട്ടോ പിന്നില്ലാണ്ട് ഇത് ഇവിടെ തന്നെ നിന്നോട്ടെന്നൊക്കെയായിരുന്നു. ഇവിടെ പൂന്തോട്ടാക്കല്ലറീ രണ്ടാമതാക്കുമ്പോഴേ ആത്മവിശ്വാസം കൂടും എനിക്ക്. രണ്ടാമതാക്കുമ്പോന്ന് പറഞ്ഞ ആദ്യത്തെ വളരെ കൂളായിട്ട് കിട്ടിയില്ലോ അപ്പൊ രണ്ടാമത്തെ ആക്കുമ്പോ ആദ്യത്തെ നന്നായി പെട്ടെന്ന് കിട്ടി. അല്ല പെട്ടെന്ന് കിട്ടിയില്ല, ആദ്യത്തെയും ഒരു അനക്കില്ലാണ്ട് കിട്ടിയില്ലോ. അപ്പൊ രണ്ടാമത്തേതാക്കുമ്പോ നമ്മൾ ആത്മവിശ്വാസം കൂടിയിട്ട് നാശാവുന്നു. ഓ അങ്ങനെ. എൻ്റെ ഫോൺ എടുത്തോട്ടെ കൈ പിടിച്ചോ. എനക്കില്ലാണ്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ മുള്ളു ഭയങ്കര ഇവനും കുഴപ്പമില്ലാണ്ട് കിട്ടിക്കണ്ട. അത് കൊണ്ടേക്കോ, ഞാൻ ഇത് എടുത്തിട്ട് വരാൻ വേണം. ഇത് ഞാൻ അത് കൊത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, കൈക്കോട്ട് മതി. അല്ല കൈക്കോട്ടും ഇത് ഞാൻ കൊണ്ടുവരാന്ന്. ഇല്ല കൈക്കോട്ട് മാത്രം മതി. രണ്ടെടുക്കാൻ നിനക്ക് പറ്റുമോ? പറ്റില്ല. അന്ന് കൈക്കോട്ട് മാത്രം എടുത്ത് വന്നാൽ മതി. ഫോണുള്ള കാരണം കൊണ്ട് പറ്റില്ല. കൈക്കോട്ട് മാത്രം എടുത്ത് വന്നാൽ മതി. അതെ. എങ്ങനെയുണ്ട് മറ്റേ ഇത് കൊണ്ടുപോയി എന്താ പറയാ എന്നിട്ട് മറ്റേ ഈ മോഹൻലാലിൻ്റെ ഒരു ഭയങ്കര പടല്ലേ, ഭയങ്കര പടം നരസിംഹം, അതില് മറ്റേ ഈ എന്നെ ഫർഗീസ് ചിതാഭസ്മം കൊണ്ട് പോയില്ലേ. ചിതാഭസ്മം ഇങ്ങനെയല്ല മരല്ലേ കൊണ്ടുപോവാ. അല്ല അത് അങ്ങനെ പിടിച്ചു കൊണ്ട് പോണ പോലെ തോന്നിക്കില്ലെന്ന് ചോദിച്ചാ. ഇല്ല അങ്ങനെ ഉപമ പറയുമ്പോ ഇത്തിരിയെങ്കിലും ഒന്ന് മാച്ച് ആവണ പോലത്തെ പറയും. പതുക്കെ വയ്ക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് കുഴിയുത്താം. രണ്ടുപേരും തൊട്ടടുത്ത് തന്നെ വയ്ക്കണം കേട്ടോ, അതേപോലെ തന്നെ ചെയ്യാം. സരിത കുറേ സാധനങ്ങളായിട്ട് വന്നിട്ട് കേട്ടാ. മേശയിൽ അങ്ങോട്ട് പോക്കോ, അങ്ങോട്ട് ചെല്ലും, ഞാൻ മേശ വന്നിട്ട് വരാം. അങ്ങനെ ഇവനെയും കുഴിച്ചിടണം കൂട്ട്. ഇതടിക്കിരിക്കില്ലേ, അയ്യോ കുഴി എയിമയില്ലേ വല സെറ്റ്. ഒരു ചെറിയ ചെരിവുണ്ട് അവർക്ക്, കുഴപ്പമില്ല. അങ്ങനെ രണ്ടുപേരും നട്ടു. കണ്ട രണ്ടുപേരും അറിഞ്ഞില്ലേ സരിത, രണ്ടുപേരും അറിഞ്ഞിട്ട് പോലും ഇല്ലാന്ന് ഇങ്ങോട്ട് വന്ന് മാറി സ്ഥലം മാറിയത്. പക്ഷെ അവരവിടെ തണലത്തായിരുന്നു. നാളെ രാവിലെ ഇവരറിയും. ഇവർക്ക് വെയിലാണ് ഉത്തമം. അതാ പറഞ്ഞത്, നാളെ രാവിലെ ഇവരറിയുന്നു സ്ഥലം മാറിയിട്ടുണ്ടെന്ന്. കാരണം അവളുന്നുണ്ടീര തണല്ലായിരുന്നു ഇന്നോടന്നെ. ഇതെന്താ പറ്റിയെന്ന് വിചാരിക്കും അവർ നാളെ കാലത്താവുമ്പോൾ. അപ്പോൾ ഞാൻ കളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സരിത നമുക്ക് പണ്ടത്തെ ആളുകളുടെ ചേട്ടൻ അല്ലെങ്കിൽ എന്നെ വിശപ്പുണ്ട്, അതിൽ കൂടെ ഇപ്പൊ കളക്കല് കൂടി ഇപ്പോഴേ വിശപ്പ് കൂടി. അത് പഴയ കാലത്തെ ഷവർമ്മയാണ് സരിത എനിക്ക് ഉണ്ടാക്കി തരുന്നത് കേട്ടാ. വീട്ടുകാർ അമ്മമാരുണ്ടാക്കി വെക്കുന്ന നമ്മുടെ നാടൻ ഷവർമ്മ. ഷവർമ്മ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആടെ ഉണ്ടാക്കിയതാ, ആടെ ഉണ്ടാക്കാനായിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മേശ പിടിച്ചു തരണം. ശരി. ഇതേതാണ് യുദ്ധഭൂമിയിൽ പുതിയൊരു ബടൻ എന്ന് വിചാരിക്കണ്ടോ ആ ജ്യൂസ് വേൾഡിൽ. ഇതാരാണ് ഇവിടെ ഊഞ്ഞാലാടുന്നത്? നിനക്കല്ലേ തടി കൂടിയിട്ട് പ്രശ്നം വായോ, ഒരു എക്സസൈസ് ആവും. അതെ, തടി ഉറക്കാൻ വയ്യേ. ഇതാണ് പ്രതീക്ഷ കേട്ടാ. ഭയങ്കര ഇങ്ങനെ ഇരിക്കണ നോക്കണ്ട, അതുല്യ പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഭയങ്കരമായ നടനാണ് കേട്ടാ. നാടകങ്ങളിൽ തകർത്ത് അഭിനയിക്കുന്ന ആളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മറ്റേ നാടകല്ലേ, മറ്റേ നാടകം ഈ അതിൻ്റെ പേരുന്ന പന്ത് കളിയുള്ളത് ഹിഗിറ്റ എന്ന് പറഞ്ഞ നാടകം. ഞാൻ പേര് മറന്നു. ഹിഗിറ്റ, സ്കോർപ്പിയൻ കിക്ക് അടിക്കുന്ന ഹിഗിറ്റ എന്ന് പറഞ്ഞ നാടകം, NS മാധവൻ്റെ. ആ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളിന് മറ്റേ അന്താരാഷ്ട്ര നാടകോത്സവത്തിലൊക്കെ. പിന്നെ കുറേ നാടകങ്ങൾ, അത് ഒരെണ്ണം കേട്ടോ. നാടകം, സിനിമ, ഷോർട്ട് ഫിലിംസ് കുറേ ഉണ്ട് അല്ലേ. അതെ, നിനക്ക് ഷവർമ്മ കഴിക്കാൻ പറ്റുമോ? ചേട്ടൻ വെറുതെ പറഞ്ഞിട്ട് കൊതിപ്പിച്ചോളോ. ഷവർമ്മ ഷവർമ്മയൊന്നല്ല, അട ഉണ്ടാക്കാൻ പോകും. പണ്ട് കാലത്തെ അമ്മമാരുടെ ഷവർമ്മ അല്ലല്ല, പണ്ട് കാലത്തെ അമ്മമാര് നാടൻ ഷവർമ്മ അട എന്ന് പറയുന്ന പച്ച മലയാളത്തിൽ. ഇപ്പോഴുള്ള ആളുകൾക്ക് ഇഷ്ടമില്ല. അതന്നെ, ഇപ്പോഴുള്ള ആളുകൾക്ക് ഇഷ്ടമില്ല. ഞാനാണ് ഈ ലോകത്തിൽ ആദ്യമായിട്ട് പറയുന്നത്. ചേട്ടൻ തന്നെ അത് പറയുള്ളൂ.
ആ യാതൊരു ബന്ധമില്ലേ ഇത് വെറുതെ അല്ല മോളിലൊരു സാധനല്ലേ വല്ല സാൻഡ്വിച്ച് അതിനുള്ളില് അല്ല ഈ സാധനം കുത്തി നിറയ്ക്കണത് അതെ എന്നിട്ട് തിന്നല്ലേ എന്നാലും അത് പക്ഷെ അടിയില്ലേ അതൊന്നുമില്ല ഞാനിങ്ങനെ പറയല്ലോ ഞാനിങ്ങനെ പറയും അതാണ് ശരി വേണ്ടിട്ട് ചെയ്യണെന്ന് ആരാ പറഞ്ഞ അതെ അല്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എത്ര കിലോ തൂക്കണ്ടായിരുന്നു മുൻപ് 108 കിലോ തൂക്കണ്ടായിരുന്നു പിന്നെ കുറച്ച് 72 കിലോയിലേക്ക് എത്തി ഇപ്പൊ വീണ്ടും തൂക്കം കൂടി നിനക്ക് തൂക്കം കുറയ്ക്കുന്ന ആഗ്രഹണ്ട ഇവിടെ പണിയെടുക്കാനല്ലേ നമ്മളൊക്കെ അങ്ങനെ ആവശ്യമൊന്നുമില്ല നിനക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം ആ ഞങ്ങൾക്ക് ഇതൊന്നുമില്ല ഇവിടെ നമ്മൾ വന്ന് ആ ഇടയ്ക്കത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ ആടിൻ്റെ ഇവിടെ അല്ല ഇപ്പോൾ ആടിൻ്റെ ആക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ തിന്നാം അട ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരിപ്പൊടിയിൽ തിളച്ച വെള്ളവും ഉപ്പും ഒഴിച്ച് ചൂടാറിയത് മുന്നേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാളികേരം ഇതിലേക്ക് ശർക്കരപ്പൊടി മറയൂർ ശർക്കരയില്ലേ നമ്മൾ വാങ്ങിക്കാറുള്ളത് അവരിപ്പോൾ ഈ ശർക്കര പൊടി ഇറക്കുന്നുണ്ട് ഇതേ മഹിമ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ മഹിമ മറയൂർ ശർക്കര കുറേ പേര് ഇറക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവരുടെ ഏട്ടാ നല്ലത് മഹിമയുടെ കുറേ കാലമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിൽ കല്ലും മണ്ണൊന്നുമില്ല നേരം ചേർക്കാം അപ്പം ഇത് എടുത്തിട്ട് ഇനി പൊടിച്ചിൽ ചേർക്കണം ഇതാകുമ്പോൾ പിന്നെ പൊടി ഉണ്ട് ആ പൊടി നേരെ ചേർത്താൽ മതി എനിക്കറിയില്ല ഇതുകൊണ്ട് തയ്യണ ചേട്ടാ വാഴല എന്തായാലും പൊട്ടിച്ചോ അത് പൊട്ടിക്കാം എന്തായാലും ഞാൻ കളക്കിയ അപ്പൊ പിന്നെ എന്തെങ്കിലും പലഹാരം കഴിക്കാൻ തോന്നി ഉച്ചരിഞ്ഞല്ലേ ചായ കുടിച്ചിട്ട് ഇങ്ങനെ പണിയെടുക്കുകയാണെങ്കിൽ ചേട്ടാ പറയും ഞാൻ പണിയെടുക്കണ കാരണേ വിശക്ക വെറുതെ ഇരിക്കുകയാണെങ്കിൽ പറയും എന്താണ് വെറുതെ ഇരിക്കല്ലേ അപ്പൊ വിശക്ക മഴ പെയ്യാണ് പറയാ പക്ഷെ ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഭാഗ്യവല്ലേ ഞാൻ ഇതേപോലെയല്ല പക്ഷെ കഴിക്കുക ഭയങ്കരമായിട്ട് കഴിക്കുക ആ ഇവ കഴിക്കണത് ഒരു രക്ഷയില്ലാത്ത കഴിക്കല്ലേ ഒരു കഴി നമ്മള് ഒരുമിച്ച് റെസ്റ്റോറന്റിൽ കയറിയിട്ടേ കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളൊക്കെ ഇത് കഴിച്ച് ബാക്കിയായി സാധനം കംപ്ലീറ്റ് തീർത്തൂല്ലേ എല്ലാവരുടെയും ബാക്കി ചേട്ടാ വാഴല ഇവിടെ തന്നെ പറയ്ക്കുക പൊട്ടിക്കുക എന്താ സുഖം അയ്യോ കത്തി എടുത്തില്ല കത്തി എന്തിനാ ഇത് മുറിക്കാൻ കവറ് ഈ കവർ മുറിക്കാൻ കത്തിന്റെ പണ്ട് അടല ഇല കീറിന കാണുമ്പോ എന്താ സന്തോഷം അമ്മമാര് ചെയ്യുമ്പോ പൊട്ടിച്ചു എല്ലാ സാധനം നട്ടിട്ടുണ്ട് അയ്യോ ഇങ്ങനത്തെ ഇലയാണോ എന്താ ഇങ്ങനെ നീളനായിട്ട് അയ്യോ അപ്പൊ വീതി കൂടി തല മുറിക്കാം ചേട്ടൻ അറിഞ്ഞു അതില് അങ്ങനെയാക്കില്ലേ ആടാ ഇങ്ങനെ വീതി കൂടി വീതി കൂടി ഇതാക്കാം അല്ലേ ഞാൻ വീതി പറഞ്ഞ പൊട്ടിച്ചേ സാറില്ല വീതി ഇതാക്കാം നാളികേരം ചെറിയതുണ്ട് കേട്ടോ അതിന് ഞാൻ ഇത്തിരി നാളികേരം മാറ്റിയിട്ടുണ്ട് എന്തിനാണെന്ന് അറിയും എനിക്ക് മധുരമില്ലാണ്ട് നാളികേരം മാത്രം വെച്ചിട്ടുള്ള അടയുണ്ട് പൂവട എന്ന് പറയും എനിക്ക് അതാ ഇഷ്ടം ആ കത്തി ഇതിൽ വേറൊന്നും ചേർക്കണ്ടല്ലോ ഏലക്കായപ്പൊടി സാധനങ്ങളൊന്നും ഒന്നും ചേർക്കണ്ട തനി നാടൻട്ടാ അല്ല തനി നാടനാന്ന് പറയാ എവിടെയാണേ കത്തിച്ചോ ചേട്ടൻ നമ്മുടെ തെങ്കാശ്ശേരി പോകണം കേട്ടാ ഇതിലാണ് ചട്ടിയിലാണ് ചുട്ടുന്നത് ചട്ടിയിൽ ചുട്ടിട്ടുള്ള പൂവട കഴിച്ചിട്ടുണ്ടോ ഓ നമ്മൾ ഓണം വെക്കാൻ ഓണം വന്നു വിചാരിക്കും ഓണം വരാറായി മധുരം നന്നായി വേണോ ആ അത്യാവശ്യം മധുരം അല്ലെങ്കിൽ എന്താ കാര്യമാണ് അല്ല ഇങ്ങനെ കാരണം നല്ല സുഖ അല്ലെങ്കിൽ ശർക്കര ഉരുക്കി അരിച്ച് ഒക്കെ എടുക്കണ്ടേ പൊടി നേരെ ചേർക്കാം അതിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത കാരണേ പിന്നെ നമ്മൾ ശർക്കര കാപ്പിട്ട് ഉണ്ടാക്കില്ലേ അതിലൊക്കെ ഇടാം പഞ്ചസാരക്ക് പകരം കുട്ടികൾക്ക് കുറുക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാം നേരിയതില് ഇല കഴുകണ്ടേ ആ അതെടുത്ത് കഴിക്കോളൂ അതിൻ്റെ ഞങ്ങളുടെ വ്ളോഗ് ചെയ്യണത് അതറിയാം ഇവരുടെ നാടകത്തിന്റെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ടെറസിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് അത് കൊണ്ടുപോകാനാണ് കേട്ടോ പ്രതീക്ഷ വന്നേക്കണത് പക്ഷെ കൊണ്ടുപോകാനായിട്ടുള്ള പെട്ടി ഓട്ടർഷ 4:30 എത്തുന്നു ഇതുവരെ എത്തിയിട്ടില്ല അത് വെയിറ്റ് ചെയ്ത് പ്രതീക്ഷ ഭാഗ്യണി അട തിന്നാം അതെ ഓട്ടർഷ വന്നു അതെ ചേട്ട ഷവർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കൊതിപ്പിച്ചില്ലേ അത് വെറുതെ ഞാൻ പറയണതല്ലേ തീ കത്തിച്ചു അപ്പോൾ തീ കത്തിച്ചു ചട്ടി അടപ്പത്ത് വെച്ച് ഞാൻ കളയ്ക്കാൻ പോവാം അതെ നിനക്കുള്ള അത് ശരിയാക്കിയിട്ട് തരുതാ താങ്ക് യു ഞാൻ ഇടയ്ക്ക് തീ മൂട്ടൊന്ന് ഇതാക്കിയാൽ മതി ഞാൻ ഈ തെങ്ങിൻ്റെ തടം
കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സാധനങ്ങൾ നടാണ്ട്. അതിപ്പോ ചേട്ടൻ കളയ്ക്കാൻ നിന്നാലും അതിന്റെ ഇടയിൽ നിങ്ങളുടെ തന്നെ ചേട്ടൻ തന്നെ വരും, എടുക്കാൻ മനസ്സ് അവിടെ പണിയെടുത്താ മതി. സരിതേരെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് സരിതേ എന്ന് വിളിച്ചു. അട ഒരെണ്ണം പരത്തി ഞാൻ വെക്കണേ അടാ അതെന്നാ കണ്ട ഉദ്ഘാടനം ചെയ്യണ്ടേ ചേട്ടാ. നാളേരെ തികയില്ലാന്ന് കൊണ്ടിട്ടാ എല്ലാം വെച്ചാൽ മതി. അതതിന് ഒരെണ്ണം ശരിക്കും ഒരെണ്ണം മുഴുവനായിട്ട് കിട്ടില്ലല്ലോ. പകുതി ചേട്ടൻ തിന്നിട്ട് ബാക്കിയാണ് ഇങ്ങോട്ട് കിട്ടുള്ളൂ. നാളേരെ ശരിക്കും തരാതെ പേര് ആവട്ടെ. അയ്യോ ജഗ്ഗു ഉണ്ടെങ്കിൽ അവൻ തീ കത്തിച്ചേനെ. ജഗ്ഗു സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ല ചേട്ടാ. ഡ്രസ് മാറിയിട്ട് ഇങ്ങോട്ട് പോരെ, ചായയും അടയും കഴിക്കാം. അപ്പൊ ജഗ്ഗു ഈ വഴിക്ക് വരില്ലേ, ജഗ്ഗുവിന് ഇഷ്ടമില്ല അട. വെട്ടോത്തി ചേർത്തില്ല, പക്ഷെ വെട്ടോത്തി നമ്മുടെ വെട്ടോത്തിണ്ട്. സദ്യക്ക് വെള്ളം വേണോ? വേണ്ട, ജഗ്ഗുവിന് കൊടുക്ക്. ജഗ്ഗുവാണ് ഇന്ന് എന്തെങ്കിലും കിട്ടിയോ കഴിക്കാൻ? എന്തെങ്കിലും കിട്ടിയോ കഴിക്കാൻ? ഞങ്ങളൊക്കെ ഈ മറ്റേ NCCന്റെ കാലത്ത് മസാല ദോശയാണ്. മസാല ദോശക്ക് മസാല ദോശക്ക് ഉണ്ട്. അവർക്ക് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉണ്ട്, ഇവർക്ക് ഫണ്ടൊന്നുമില്ല. ആ ശനിയാഴ്ച ആ മസാല ദോശ കിട്ടാൻ വേണ്ടിയിട്ട് NCCയിൽ ചേർന്നത്. ചോ അത് പണിയെടുത്ത് മനുഷ്യൻ തവിട്ട് പൊടിയാവും. എന്നിട്ടാണ് നമുക്ക് നാളികേരം ചെറിയ പാത്രം ഇതല്ലേ പ്ലേറ്റ്, എന്നിട്ടാണ് നമുക്ക് ഇത് കിട്ടുക. ഒരു ഭയങ്കര ദുരിതമായിരുന്നു. ഞാനൊരു നാളികേരം പൊതിക്കാൻ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ചേട്ടൻ എടുക്കലും പൊതിക്കലും ചെരുക്കലും കഴിയും. അതല്ല ഞാൻ പറഞ്ഞേ, ഞാൻ ഒരു നാളികേരം എടുക്കാൻ പോകുമ്പോഴേക്കും ചേട്ടൻ്റെ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ കല്യാണത്തിന് മുന്നേ വീട്ടിൽ ചെരുകിയിട്ടുള്ളൂ, കല്യാണത്തിന് ശേഷം അപൂർവം ചെരുകിയിട്ടുള്ളൂ. ചേട്ടൻ തന്നെ ചെരുക്കി തരാറ്. തീ കത്തുള്ള ചേട്ടാ. അല്ല ഇത് ഇന്ന് എടുത്തൂടെ അപ്പൊ? അയ്യോ അപ്പൊ അതും എടുത്തു. വെറുതെ പറഞ്ഞു. എന്തേ മധുരല്ലേ? അടിപൊളി. എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരം. പൂവട ശർക്കര ഇടാണ്ട്. നിങ്ങൾക്ക് ശർക്കര ഇടാണ്ട് ഉണ്ടാക്കണം? ആ ഉണ്ടാക്കേ വേണ്ടാന്നല്ലേ, അടയേ വേണ്ടാന്ന് ജഗ്ഗുവിന്. ചായ ഉണ്ടാക്കാം. ചേട്ടനാ ഒന്ന് കൊണ്ടൊക്കെയാണെങ്കിൽ ഞാൻ കാപ്പി ഉണ്ടാക്കാം. ജഗ്ഗു ഒരു കാര്യം ചെയ്യോ, നീ ഇത് തുറന്നിട്ടേ, വീട് തുറന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഒരു പാക്കറ്റ് പാലും ഒരു കപ്പ് കൊടുത്തിട്ട് വന്നു. പ്രതീക്ഷയുള്ള കാപ്പി കൂടി ഉണ്ടാക്കാം. നീ കാപ്പി കുടിക്കില്ലേ? ചേട്ടാ ഇല്ല വല്ല മറ്റേ കഷ്ണണ്ടീര ഇതിട്ടിട്ടുണ്ടോ? തോട് ചുമ വരുന്നുണ്ടല്ലോ. അതെ മറിച്ചിട്ടാ ഇപ്പഴത്തെ ഇതായിണ്ട്. ജഗ്ഗു അട വേവിച്ചതിന് പകരം പൊടി തിന്നുണ്ട് നടന്ന്. അപ്പൊ ഇവിടെ ചായ വയ്ക്കാൻ പോകുന്നട്ടാ. ഇത് നിന്റെ വേണ്ടി ഇതാക്കുമല്ലേ? ഇത് അവിടെ ഇടണ്ടാട്ടാ. നായേ ഇല്ലേ, നായേ അല്ലും ചേട്ടൻ പണി ഇന്നാള് കാറ് കൊണ്ടിട്ട് ജയന്തീര കാറിന്റെ താക്കോലില്ലേ അവര് വേറെ ഇത്ത് വെച്ചു. പറഞ്ഞിരുന്നു എല്ലാവരും. എന്നിട്ട് പിന്നെ അകത്ത് തീ കയറി പോയപ്പോ അതവിടെ വെച്ച് പോയി. അതാക്കോല് കാണാനില്ല. ചാർലി നമ്മുടെ പട്ടി രാത്രി ഒരു 10-11 മണിക്ക് ഇവര് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയപ്പോ താക്കോല് കാണാൻ എവിടെ പോയിട്ട് നോക്കാം. കാറിന്റെ താക്കോല് എന്നിട്ട് നോക്കിപ്പോ ആ മിറ്റത്തിന്റെ ആ വഴിയിൽ അവിടെ കിടക്കുന്നു. കിട്ടി, അത് കടിച്ചു കൊണ്ടുപോയി ചപ്പളി കുപ്പിളിയേക്കാനെ കിട്ടിയല്ലേ. എവിടെ നിന്ന് പോയി നമ്മൾ തപ്പ. എന്തായാലും നിനക്കൊരു ചായ വെച്ച് തരാൻ ഞങ്ങൾ തീരുമാനിച്ചു. ചായയും അടയും. ചായല്ല കാപ്പിയാട്ടാ. നിന്റെ വണ്ടി ഒന്നുമില്ല ഇതുവരെയിട്ട്. തോന്നണത് അടയും കഴിച്ച് ചായ കുടിക്കുമ്പോഴേക്കും വണ്ടി വരും. അട നിനക്കുള്ള എടുക്കാം. ഒരട വെന്തിട്ട് തരുതാ. അത് പ്രതീക്ഷ കൊടുത്തോ അപ്പളേക്ക്. ശർക്കര ഉരുക്കിയിട്ട് ഇവിടേക്ക് ആയിട്ടുണ്ടാ. കുഴപ്പമില്ല, ശർക്കര ഇനി ആയിരിക്കല്ലോ. ശർക്കര എന്റെ എവിടെ എല്ലാവരും അറിയാം. അത് കുഴപ്പമില്ല. ആ ശർക്കര ഉരുക്കി പോയിട്ടില്ലാന്ന് തോന്നുന്നു. അതെ അതെ അട പൊളിഞ്ഞു. കൈ കഴുകണെങ്കിൽ അവിടെ കൈ കഴിക്കോട്ടെ. ഷവർമാന്നും പറഞ്ഞിട്ട് കൊതിപ്പിച്ചിട്ട് കുഴപ്പമില്ല. ഇതിൽ നാളികേരം കൂടി ലാസത്തേല് കുഴപ്പമൊന്നുമില്ല. വേണ്ട ശർക്കര നോക്കിയാ ഉരുക്കി ഒഴുകണ നോക്കിയാ കണ്ട. അതാണ് കണ്ട ശർക്കര. നീ ഇരുന്ന് കഴിക്കി ഇരിക്കി. ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെന്ന് അറിയോ?
അപ്പൊ നീ കഴിച്ചോ. സാധാരണ നിനക്കല്ല തരാ, ഞാനാണ് ആദ്യം കഴിക്കാറ്. അത് ഇവിടെ തെറ്റിച്ചു നമ്മള്. അപ്പൊ മനസ്സിലായി ആദിത്യ മര്യാദ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടെന്ന് മനസ്സിലായില്ലേ. ഏയ് നീ കഴിച്ചോ, നീ ആദ്യം കഴിച്ച് വയറിറക്കി. അവൻ കഴിച്ചോട്ടറാ പാവം. ആ ക്യാമറ മാറ്റോടന്ന് കാപ്പി ഉണ്ടാക്കുന്നു. അടുക്കാറായി ചേട്ടാ. അടുക്കാറായി. വെന്തുണ്ടാവൂലേ? ആ വെന്തുണ്ട്. പ്രതീക്ഷ ഇത് ഒരു വട്ടം വേണ്ടി തന്നെ. ഏതാ വേണ്ടേ? എന്നാ പ്ലേറ്റ് അല്ലേ? എന്നാ അല്ല അവനെ കൊടുക്കാം കേട്ടോ, അവൻ കഴിക്കട്ടെ. ആ ശരി ശരി മതി. അടുത്ത് ഞാൻ എടുക്കണ പറഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡ് ആയിട്ടില്ലേ? അതിൻ്റെ അല്ലേ അജോടം കഴിച്ചില്ലേ? ഞാൻ എനിക്ക് കഴിക്കണം. എൻ്റെ കാര്യം നിങ്ങൾ നോക്കേ വേണ്ട. ഞാനിവിടെ ഉണ്ടെന്ന് തന്നെ വിചാരിക്കണ്ട. അല്ല സാധാരണ നിങ്ങളല്ലേ തുടങ്ങാറ്? അങ്ങനെയില്ല, ചിലർ ചരിത്രം വഴിമാറും. അങ്ങനെ വിചാരിച്ചു. രണ്ടെണ്ണം വെച്ചോ? ആ വെച്ചു. മോനെ നീ കഴിക്കണം. കാപ്പി ഉണ്ടാക്കണം. ചേട്ടൻ ചേട്ടാ കടുപ്പം കൂടുതലുള്ളത്. ഭയങ്കര രസമാടാ. അതെ, നമുക്ക് നല്ല ചൂട്ടോടെ കാണാ. അല്ല ഇപ്പൊ ചായ ഊതി കുടിക്കണം ഗുപ്തന് ഇഷ്ടം. അത് ഗുപ്തനല്ല, ഞാൻ നിന്റെ കാര്യം ചോദിച്ചേ. എനിക്കങ്ങനെയല്ല തണത്. ഇത് ചേട്ടൻ്റെ കാപ്പി. കാപ്പിട്ടാ. താങ്ക് യു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സൽക്കാരത്തെ പറ്റി ഇതിൻ്റെ അഭിപ്രായം പറയും. അടിപൊളി. ഇതാ പാലക്കൻ നല്ല അടിപൊളി അടയും ചായ കുടിക്കും. ആദിത്യ മര്യാദ ഇല്ലേ ഞങ്ങൾക്ക്? നല്ല മര്യാദ തന്നെ പറമ്പിലിരുത്തി ഭക്ഷണം തന്നു. അകത്തേക്കും കൂടി വിളിച്ചു കയറ്റിയില്ലല്ലോ, ഞാൻ പറയാൻ വരായിരുന്നു. നല്ല അടിപൊളിയായിരിക്കും പരിപാടി. ഗ്രാൻഡായി. കറക്റ്റ് ടൈമിൽ ഞാൻ വന്നൂലേ. ഇങ്ങനെ എനിക്ക് രാവിലെ എത്തുന്നാണല്ലോ പ്രശാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പണ്ടേ എനിക്ക് തൊണ്ട ഭാഗ്യം ഭയങ്കര കൂടുതലാണ്. അങ്ങനെ എൻ്റെ ആളെ തീറ്റ കഴിഞ്ഞു. ഞാൻ കാപ്പി കുടിക്കും, കുറച്ചേരം കൂടി കളയ്ക്കും, നിർത്തും. നപ്പ് കാപ്പി ഉണ്ട് കേട്ടോ. എനിക്ക് അത് എന്നോട് പറഞ്ഞോ? ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കല്ലേ ചുട്ടത്? അജേട്ടൻ ഉണ്ടാക്കിയത് ഇതാണല്ലോ. ഇതാണല്ലോ അല്ലേ? സരിതയാണല്ലോ. പൊളിറ്റിക്കലി റോങ്. കോഴിയമ്മ പറയില്ലേ, മറ്റേത് കുത്തിപ്പറക്കി കൊണ്ടുവന്നിട്ടുള്ള പണ്ടത്തെ ഒരു കഥയില്ലേ, കോഴിയമ്മയും മക്കളും. ആരാണ് അരി പറക്കി കൊണ്ടുവന്നത്? കോഴിയമ്മ. ഞങ്ങൾക്ക് പഠിക്കാണ്ടായിരുന്നു, എനിക്ക് ആ കഥ ഓർമ്മയില്ല. ആരാണ് നെല്ല് പുഴുങ്ങിയത്? കോഴിയമ്മ. ആരാണ് അരി കുത്തിയത്? കോഴിയമ്മ. കഞ്ഞി കുടിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ മക്കളാണ്. അങ്ങനെ എന്തോ ഒരു കഥയുണ്ട്, എനിക്ക് ഓർമ്മയില്ല. കോഴിയമ്മ. നീ ഇതിങ്ങോട്ട് നീ ഇരിക്കേ, ഞാൻ കഥ അത് ആരെങ്കിലും പറയും. താങ്ക് യു. ക്യാമറ ഓഫ് ആക്കുക, അപ്പൊ ശരിക്കുള്ള അഭിപ്രായവും പറയും. ചേട്ടൻ രണ്ടാമത്തെ അടയിലേക്ക് കിടന്നു. കാപ്പി കുടി കഴിഞ്ഞു, പ്രതീഷിൻ്റെ കാപ്പി കുടി കഴിഞ്ഞു, അട തന്നെ കഴിഞ്ഞു, സരിത കാപ്പി കുടിക്കുന്നു. എൻ്റെ അട ഏറ്റവും ലാസ്റ്റ് വെച്ചാണ്, പൂവടയല്ലേ, അത് അവിടെ വേവുന്നേ ഉള്ളൂ. പിന്നെ ഒരടയും കൂടി ഉണ്ട്, അത് ഇതിനുള്ളത് വെച്ചു. അത് നമുക്ക് വേണമെങ്കിൽ അല്ലൻ ചേട്ടന് കൊടുക്കാം. അല്ലൻ ചേട്ടൻ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പറമ്പിലേക്ക്, പിന്നെ അങ്ങോട്ട് പോയി വിരുന്നേരെ കാരണം അല്ലൻ ചേട്ടൻ എത്തിയെന്നുണ്ട്. ആ ഇവൻ ഇരിക്കുന്നുണ്ടായിരുന്നോ ഒരാഞ്ഞ. അയ്യേ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സരിത ഇങ്ങനെ അടത് ഉണ്ടാക്കുമ്പം എൻ്റെ കളക്കിലൊന്ന് കുറവാണ് നടന്നിട്ടുള്ളൂ. എന്നാലും ഒരു തെങ്ങിൻ്റെ കട മൂടിയിട്ട് അടിപൊളിയായിട്ട് വലിയൊരു കട. ഇവിടെ വന്നിട്ട് വല്ലതും ചെയ്യാണെങ്കിലത്തെ കുഴപ്പം ചേട്ടൻ അതിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല. ഞാനിവിടെ ചെയ്യണതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. കുഴപ്പമില്ല, നല്ല രസം. പ്രതീഷിൻ്റെ തീറ്റ കഴിഞ്ഞു, എൻ്റെ തീറ്റ കഴിഞ്ഞു, നിതിൻ്റെ തീറ്റ കഴിഞ്ഞു, എല്ലാവരും തീറ്റ കഴിഞ്ഞു. സരിതയുടെ തീറ്റ മാത്രം കഴിഞ്ഞില്ല. എന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അവസാനമാണ് സരിതയുടെ പൂവട നാളികേരം മാത്രം ചേർത്തിട്ടുള്ള അട ആക്കണത്. അപ്പോൾ അത് വേവാനായിട്ട് കാത്തിരിക്കുക. പാവം, സോറിടാ. അപ്പം നല്ല സുഖം ഊഞ്ഞാലുമേ അവിടെ ഉറങ്ങി വീഴായിരിക്കും. അവരുടെ നാടകത്തിൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വരാം എന്ന് പറഞ്ഞിരുന്ന ഓട്ടോ ഡ്രൈവർ ആൾക്ക് വേറെ വാടക കിട്ടിയിട്ട് പോയി. അതുകൊണ്ട് സാധനങ്ങളൊന്നും ഇന്ന് കൊണ്ടുപോകുന്നില്ല, പ്രതീക്ഷ പോവാണ്. ശരിക്കും നമ്മുടെ അട കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്ന പോലെ പ്രതീക്ഷ. വേവട്ടെ ചേട്ടാ, ചേട്ടന് ഇവിടുന്ന് പോവാൻ വേണ്ടിട്ട് വരാണോ? ഓക്കെ 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 ഓക്കെ. ഓണം വന്ന മണല്ലേ. പരാതി പറ. ഞാൻ പറയില്ലേ പരാതി. ഇന്നത്തെ അങ്ങനെ സംഭവബഹുലമായ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. കുറേ പണിയെടുത്തു ചേട്ടൻ അല്ലേ? കാലത്ത് 6:20 ഇറങ്ങിയത് ഞാൻ. 6:20 പണിക്ക്. ഉച്ചയ്ക്ക് ചോറിനിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ എന്തിട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസിന് പോക്കും ഞങ്ങൾ നിർത്തി. അത് ചേട്ടന് ഇത്രയും സമയം കളിച്ചിട്ട് ഡാൻസും കൂടി കളിക്കാനായിട്ട് വയ്യ.
ആ മെസ്സേജ് ഇട്ടുണ്ട് തോന്നിട്ടാ ക്ലാസിക്കൽ ഡാൻസ് നാളെ തുടങ്ങുന്നു. ചേർന്നാലോ? മുന്നോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസിക്കലിന് ചേർന്നാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ജഗന്നാഥൻ, ഡു യു വാണ്ട് ദിസ്? വൈ? ഇത് കഴിച്ചു നോക്കി, നീ കഴിച്ചിട്ട് പറയും. മധുരമില്ലാത്ത കഴിച്ചു നോക്കിയാ നല്ല രസാ. പണ്ട് അമ്മാമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന അച്ഛനൊക്കെ അച്ഛനൊക്കെ കഴിച്ചിട്ട് വലുതായിട്ടുള്ളത് ഇങ്ങനെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് മനസ്സിലായ. ഇനി ഇവിടെ നമുക്കൊരു കുഞ്ഞു വീട് ഉണ്ടാക്കിയാലോ ചേട്ടാ? ഓലൊക്കെ ഇങ്ങനെ ആക്കിയിട്ട്. അത് ചെയ്യാലോ. എനിക്കും ഭയങ്കര ഇഷ്ടം ഓല വീട്. ചേട്ടനോട് ഞാൻ അങ്ങനെ പറയും അത് ഇങ്ങനെ ഭയങ്കര രസമാണ് കാണാനൊക്കെയും, പക്ഷെ സേഫ് അല്ല എന്ന് പറയും ചേട്ടൻ. ഇവിടെ ഇപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നല്ല രസമായില്ലേ ഇവിടെ ആയി തുടങ്ങി. ഇല്ലേ രസല്ലേ? ഇല്ലേ എന്നാ പോയേ, ഞാൻ കഴിച്ചോണ്ട്. ഒരു അടയും കൂടി ഉണ്ട് കേട്ടോ, അത് നമുക്ക് നമ്മുടെ അല്ലൻ ചേട്ടന് കൊടുക്കാം. അല്ലൻ ചേട്ടൻ ഇപ്പം എൻ്റെ ബുള്ളറ്റ് എടുത്ത് പോയി. എന്താ മോനെ എന്തോടെ വന്നിക്കണം? പ്രേക്ഷകർക്ക് മുഖം കാണിച്ചു കൊടുക്കണം. മതി.